ഹായ് ഓൾ. നമ്മൾ നോക്കാൻ പോകുന്ന 14/12/2024 മുതൽ 6/12/2024 വരെയുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ് ചില കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിലേക്ക് പോവാം. എന്താണ് ആദ്യത്തെ ടോപ്പിക്? എന്താണ്? ഡിജിറ്റൽ ഭാരത് നിധിയാണ് എന്താണ് ആദ്യത്തെ ടോപ്പിക്. ഓക്കെ, എന്താണ് ഈ ഡിജിറ്റൽ ഭാരത് നിധി? എന്താണ് കറണ്ട് അഫയറിൽ വരാനുള്ള കാരണം? എന്താ? ദ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ കമ്മ്യൂണിക്കേഷൻ provided details regarding the ഡിജിറ്റൽ ഭാരത് നിധി ടു എ ക്വസ്റ്റ്യൻ ഇൻ രാജ്യസഭ. അല്ല, നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് സമ്മേളിക്കുന്ന സമയത്ത്, അതായത് ഏകദേശം ഒരു 11 മണി മുതൽ 12 മണി വരെ എന്താണ് ക്വസ്റ്റ്യൻ ഹവർ എന്നാണ് നമ്മൾ വിളിക്കുക, അല്ലെ? അഥവാ ചോദ്യോത്തര വേളയാണ്. അതായത് മന്ത്രിമാരോട് എന്ത് ചെയ്യാം, എം പിമാർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ആ ക്വസ്റ്റ്യൻ ഹവറിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിജിറ്റൽ ഭാരത് നിധിയെ കുറിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും അതിനെന്ത് ചെയ്തിട്ടുണ്ട്? മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആൻസേഴ്സ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ഭാഗമായിട്ടാണ് എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ള എന്താണ് ഒരു കാരണം. അപ്പൊ നമുക്ക് നോക്കാം, എന്താണ് ഈ ഡിജിറ്റൽ ഭാരത് നിധി എന്ന് പറയുന്നത്. ആദ്യകാലങ്ങളിൽ ഇത് യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ട് അഥവാ USOF എന്നുള്ള പേരിലാണ് എന്ത് ചെയ്തിരുന്നത്, അറിയപ്പെട്ടിരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഇനി ഇതിന് തുടക്കം കുറിക്കുന്ന അഥവാ എസ്റ്റാബ്ലിഷ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്? അണ്ടർ ദ ഇന്ത്യൻ ടെലിഗ്രാഫ് അമെൻമെന്റ് ആക്ട് 2003 ആസ് പെർ ഇന്ത്യസ് കമ്മിറ്റ്മെന്റ് അണ്ടർ യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ. ഓക്കെ, ഇത് ഇന്ത്യൻ ടെലിഗ്രാഫ് അമെൻമെന്റ് ആക്ട് 2003 ഭാഗമായിട്ടും യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷന്റെ ഭാഗമായിട്ടാണ് ഇതിന് തുടക്കം കുറിക്കുന്നത്. ഇത്തരം ഒരു ഫണ്ടിന് നമ്മൾ തുടക്കം കുറിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഇനി ഇവരുടെ പ്രധാനപ്പെട്ട മേഖലകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു ഫണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ്? സപ്പോർട്ട് യൂണിവേഴ്സൽ സർവീസ് ത്രൂ പ്രൊമോട്ടിംഗ് ആക്സസ് ആൻഡ് ഡെലിവറി ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ് ഇൻ അണ്ടർസേർവ്ഡ് റൂറൽ റിമോട്ട് ആൻഡ് അർബൻ ഏരിയാസ്. എന്താണ് അണ്ടർസേർവ്ഡ് റിമോട്ട് ആയിട്ടുള്ള റൂറൽ അർബൻ ഏരിയാസിൽ എന്ത് ചെയ്യാം, ടെലികമ്മ്യൂണിക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് വിളിക്കുന്നത്, ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് വിളിക്കുന്നത്. ഇനി ഇത്തരം ഒരു ഫണ്ട് അഥവാ ഡിജിറ്റൽ ഭാരത് നിധി ഏതിന്റെ അണ്ടറിലാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻസിന്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ DOT അണ്ടറിലാണ് ഇത് വരുന്നതായിട്ട് കാണാൻ പറ്റുക. ഇതിന്റെ ഹെഡ് ആരാണ്? അഡ്മിനിസ്ട്രേറ്റർ അപ്പോയിന്റഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റർ ആണ്. അഡ്മിനിസ്ട്രേറ്റർ അപ്പോയിന്റ് ചെയ്യുന്ന ആരായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരായിരിക്കും? സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും എന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ്. നെക്സ്റ്റ് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഏകലവ്യ പ്ലാറ്റ്ഫോം ആണ്, അല്ലെ? എന്താണ് ഏകലവ്യ പ്ലാറ്റ്ഫോം? എന്താ ന്യൂസിൽ വരാൻ കാരണം? ഇന്ത്യൻ ആർമി ലോഞ്ചസ് ഏകലവ്യ ഓൺലൈൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഫോർ ഓഫീസേഴ്സ് ട്രെയിനിങ് ഇൻ ദ ലൈൻ വിത്ത് ദ തീം ഓഫ് 2024 ഇയർ ഓഫ് ടെക്നോളജി അബ്സോർപ്ഷൻ. ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഏകലവ്യ പ്ലാറ്റ്ഫോം എന്താണ് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ ഏകലവ്യെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇത് ആരാണ് ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്തരം ഒരു പ്ലാറ്റ്ഫോമിന് തുടക്കം കുറിക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അണ്ടർ ദ ഏജീസ് ഓഫ് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ആർമി ട്രെയിനിങ് കമാൻഡ് വിത്ത് ആർമി വർക്ക് കോളേജ് ആസ് സ്പോൺസർ ഏജൻസി. അതായത് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ആർമി ട്രെയിനിങ് കമാൻഡ് ആണ് തുടക്കം കുറിക്കുന്ന. സ്പോൺസർ ചെയ്യുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ആർമി വാർ കോളേജ് ആണ് എന്താണ് ഇതിന്റെ സ്പോൺസർ ഏജൻസി എന്ന് വിളിക്കുന്നത്. ഇനി ഇത് ഡെവലപ്പ് ചെയ്ത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഭാസ്കരാചാര്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആപ്ലിക്കേഷൻ ആൻഡ് ജിയോ ഇൻഫോർമാറ്റിക്സ് ഗാന്ധിനഗർ വിത്ത് ദ സപ്പോർട്ട് ഫ്രം ദ ഡയറക്ടർ ജനറൽ ഓഫ് ഇൻഫോർമേഷൻ സിസ്റ്റം. ഓക്കെ, ഇത് ഡെവലപ്പ് ചെയ്യുന്ന ആരാണ്? ഭാസ്കരാചാര്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആപ്ലിക്കേഷൻസ് ആൻഡ് ജിയോ ഇൻഫോർമാറ്റിക്സ് ആണ്. ആരുടെ സഹായത്തോടു കൂടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഇൻഫോർമേഷൻ സിസ്റ്റം. ഇനി ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഈ ഏകലവ്യ പ്ലാറ്റ്ഫോമിന് അല്ലെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ്? മോഡേണൈസ് പ്രൊഫഷണൽ മിലിറ്ററി ട്രെയിനിങ്, അതുപോലെ തന്നെ എന്താണ് ഓഫറിംഗ്സ് ഫ്ലെക്സിബിൾ ആൻഡ് സ്പെഷ്യലൈസ്ഡ് എഡ്യൂക്കേഷൻ ദാറ്റ് വീക്കൻജസ് ട്രഡീഷണൽ കോഴ്സസ് എന്നുള്ളതൊക്കെ ഏതിന്റെ ബെനിഫിറ്റ്സ് ആണ്? ഈ ഒരു
ഏകലവ്യ പ്ലാറ്റ്ഫോമിന്റെ എന്താണ് ബെനിഫിറ്റ്സ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ആരാണ് ന്യൂസിൽ വന്നിരിക്കുന്നത്? ജ്യോതിറാവു ഫൂലെയാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് വിളിക്കുന്ന 1827 മുതൽ 1890 വരെയാണ്. ഓക്കെ, ഇനി എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം എന്താണ്? The 28th November marked the death anniversary of ജ്യോതിറാവു ഫൂലെ. അതായത് എന്താണ്, നവംബർ 28 എന്തായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്? ഇദ്ദേഹത്തിന്റെ ഡെത്ത് ആനിവേഴ്സറി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കുക, ഇത്തരം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികൾ ന്യൂസിൽ വരുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട സ്റ്റാറ്റിക് ജിക്ക് എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ എക്സാമിന് ചോദിക്കാറുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഇദ്ദേഹം ഏതൊക്കെ മേഖലയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇദ്ദേഹം ഏതെങ്കിലും ബുക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ അത്തരം ബുക്സുകള്, അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ ആ വ്യക്തിയുമായി ഇനി കൂടാതെ ഇദ്ദേഹത്തിന് ഏതെങ്കിലും അവാർഡ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഞാൻ ഇദ്ദേഹത്തിന്റെ കാര്യം മാത്രമല്ല പറയുന്നത്, ഇത്തരം വ്യക്തികൾ ന്യൂസിൽ വരുമ്പോൾ ഇവരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇത്തരം സ്ട്രാറ്റജിയെ കൂടി നമ്മൾ എന്ത് ചെയ്യണം? നോക്കിയിരിക്കണം എന്നുള്ളതാണ്. ക്ലിയർ? അപ്പോ നമുക്ക് നോക്കാം. ജ്യോതിറാവ് ഫുലെ എവിടെ, അദ്ദേഹത്തിന്റെ ജനനം എവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സത്താര മഹാരാഷ്ട്രയിലാണ് എന്ത് ചെയ്യുന്നത്? ഇദ്ദേഹം ജനിച്ചതായി കാണാൻ പറ്റുക. ഹി along with സാവിത്രിബായി ഫൂലെ വർക്ക്ഡ് ആസ് എ സോഷ്യൽ റിഫോമർ. അതായത് എന്താണ്, സാവിത്രിബായി ഫൂലെ പോലെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സോഷ്യൽ റിഫോമർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹം ഏതിനൊക്കെതിരായി ഫൈറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്? ഇദ്ദേഹം സോഷ്യൽ ഇവൽസ് ആയി നമ്മൾ കണക്കാക്കുന്ന അൺടച്ചബിലിറ്റിക്കെതിരെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വുമൻസിന്റെ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതിനും എന്താണ് ഇദ്ദേഹം വർക്ക് ചെയ്തതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും എന്നുള്ള പ്രത്യേകതയാണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകതയാണ്. ഇനി ഇദ്ദേഹത്തിന്റെ മേജർ കോൺട്രിബ്യൂഷൻസ് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇദ്ദേഹത്തിന്റെ വൈഫിന്റെ സഹായത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? 1848 എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു സ്കൂൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്ഥാപിക്കുന്നതായി കാണാൻ പറ്റുക. എവിടെയാണ്? പൂനെയിലാണ് എന്ത് ചെയ്യുന്നത്? അത് സ്ഥാപിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റുക. അതുപോലെ തന്നെ 1873 അദ്ദേഹം എന്തിനു തുടക്കം കുറിക്കുന്നുണ്ട്? സത്യശോധക് സമാജിന് എന്ത് ചെയ്യുന്നുണ്ട്? തുടക്കം കുറിക്കുന്നുണ്ട്. എന്ത് ചെയ്യുക? കാസ്റ്റ് ഈക്വാളിറ്റി എന്ത് ചെയ്യുക? പ്രൊപ്പഗേറ്റ് ചെയ്യുക. അതായത് എന്താണ്, എല്ലാവരും ഒന്നാണ് എന്നുള്ളൊരു സന്ദേശം ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഒരുപാട് ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഗുൽമർഗി, സ്ലേവറി, അതുപോലെ തന്നെ സർവജീനൻ, സത്യധർമ്മ തുടങ്ങിയ ബുക്കൊക്കെ എന്താണ് അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് ആണ് എന്താണ്, 8 കോർ ഇൻഡസ്ട്രീസ് ആണ്. ഇൻഡെക്സ് ഓഫ് 8 കോർ ഇൻഡസ്ട്രീസ്. എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം? The index of 8 core industries increased by 3.1% in October 2024 compared to October 2023. അതായത് എന്താണ്, 8 core ഇൻഡസ്ട്രീസിന്റെ കണക്കെടുപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അത് 3.1% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ന്യൂസിൽ വരാൻ കാരണം. ഇനി എന്താണ് ഈ ഇൻഡെക്സ് ഓഫ് 8 കോർ ഇൻഡസ്ട്രീസ് എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? The index of 8 core industries measures combined individual performance of production of 8 core industries. അതായത് ഇന്ത്യക്ക് പ്രധാനമായിട്ടും 8 ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ് ആണ് ഉള്ളത്. ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൾ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, റിഫൈനറി പ്രൊഡക്റ്റ്, ഫെർട്ടിലൈസേഴ്സ്, സ്റ്റീൽ, സിമന്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് 8 മേഖലകൾ എന്ന് പറയുന്നത്? കോൾ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, റിഫൈനറി പ്രൊഡക്റ്റ്, ഫെർട്ടിലൈസേഴ്സ്, സ്റ്റീൽ, സിമന്റ്, ഇലക്ട്രിസിറ്റി. ഇതിനെയാണ് നമ്മൾ 8 കോർ ഇൻഡസ്ട്രീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിന്റെ പെർഫോമൻസ് ഇൻഡെക്സ് ആണ് എന്ത്? ഇൻഡെക്സ് ഓഫ് 8 കോർ ഇൻഡസ്ട്രീസ് എന്നുകൊണ്ട് എന്ത് ചെയ്യുന്നത്? ഉദ്ദേശിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റുക. ഇനി എന്താണ് പറയുന്നത്? The 8 core industries comprises 40.27% of weight of item included in the 8 of industrial production എന്നുള്ളതിന്റെ പ്രത്യേകതയാണ്. ഇനി ആരാണ് ഈ റിപ്പോർട്ട് മന്ത്ലി റിലീസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? ദ ഓഫീസ് ഓഫ് എക്കോണമിക് അഡ്വൈസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ഇന്റേണൽ ട്രേഡ്, GPIIT ഈസ് റെസ്പോൺസിബിൾ ഫോർ കമ്പൈലിംഗ് ആൻഡ് റിലീസിംഗ് മന്ത്ലി എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവരാണ് ഇത് മന്ത്ലി റിലീസ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ്, സിറിയ. എന്താണ് സിറിയ ന്യൂസിൽ വരാനുള്ള ഒരു കാരണം? Recently, Hayat Tahir al-Sham, HTS, a rebel militia, seized Aleppo, the second largest city of Syria. ഇതാണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം. ശ്രദ്ധിക്കുക, നമുക്കറിയാം
ഇത്തരം ഒരു കാര്യം ന്യൂസിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലേസ് ന്യൂസിൽ വരുമ്പോൾ നമ്മൾ അതിന്റെ ക്യാപിറ്റൽ എന്താണ് എന്ന് ശ്രദ്ധിച്ചിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇത്തരം ഒരു രാജ്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ചുറ്റും ഏതൊക്കെ രാജ്യങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. നമ്മൾ കഴിഞ്ഞ കറണ്ട് അഫെയർ പറഞ്ഞിരുന്നു അല്ലെ. അതുപോലെ തന്നെ അതിന്റെ ചുറ്റും ഏത് വാട്ടർ ബോഡീസ് ആണ് കാണുന്നത്. ഇത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കി വെക്കണം. അവിടുന്ന് എന്ത് ചെയ്യാറുണ്ട്, സ്റ്റാറ്റിക് GK വരാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. ഓക്കെ, ഇനി ഇതിന്റെ പൊളിറ്റിക്കൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇതെവിടെയാണ് കാണുന്നത്, ഈസ്റ്റ് കോസ്റ്റ് ഓഫ് മെഡിറ്ററേനിയൻ സീ ആൻഡ് ഇൻ സൗത്ത് വെസ്റ്റേൺ ഏഷ്യയിലാണ് കാണുന്നത്. ഇതിന്റെ ബൗണ്ടറീസ് നോക്കുകയാണെങ്കിൽ എന്താണ്, നോർത്തിൽ ആരാണ്, തുർക്കി, ആൻഡ് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റിൽ ആരാണ്, ഇറാഖ്. അതുപോലെ തന്നെ സൗത്തിൽ ആരാണ്, ജോർഡൻ, ആൻഡ് ഇസ്രായേൽ ആൻഡ് ലെബനൻ ആണ് ഇവിടെ സൗത്ത് വെസ്റ്റ്. ഇനി എന്താണ് പറയുന്നത്, ഇസ്രായേൽ സീസ് ദ ഗോൾഡൻ ഹൈറ്റ്സ് ഫ്രം ദ സിറിയ ഇൻ 1967 ആണ്. അതായത് 1967 എന്ത് ചെയ്യുന്നുണ്ട്, ഇസ്രായേൽ എന്ത് ചെയ്യുന്നുണ്ട്, ഗോളൻ ഹൈറ്റ്സ് ഇസ്രായേൽ പിടിച്ചെടുത്തിട്ടുണ്ട് ഒരു 6 ഡേ വാറിൽ. ഇനി ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഡമാസ്കസ് ആണ്, അലോങ് റിവർ ബർഡ ആൻഡ് ഹോംസ്, പൽമര. ഇനി ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സിറിയയിൽ കാണുന്ന ക്ലൈമറ്റ് എന്താണ്, സിറിയ എക്സ്പീരിയൻസ് ലാർജ്ലി മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് ആണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട മൗണ്ടൻ റേഞ്ച് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആന്റി ലെബനൻ ആണ്, സെപ്പറേറ്റ് സിറിയ ആൻഡ് ലെബനൻ, ആൻഡ് അൽ അൻസ്രിയ ആണ്. ആൻഡ് ഹയസ്റ്റ് പോയിന്റ് ഏതാണ്, മൗണ്ട് ഹെർമനും. മേജർ റിവേഴ്സ് ഏതാണ്, യുഫ്രട്ടീസ്, ടൈഗ്രസ്, ഓർണോട്സ് ഒക്കെയാണ് ഇവിടുത്തെ മേജർ റിവേഴ്സ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും കറണ്ട് അഫയേഴ്സ് ആണ് എന്താണ് നമുക്ക് പ്രധാനമായിട്ടും ഈ 3 ദിവസത്തിൽ എന്ത് ചെയ്യാനുള്ളത് നോക്കാം. ഓക്കെ, താങ്ക് യു.